ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയുടെ തന്നെ മനസ്സിലെ സങ്കടങ്ങൾ അങ്ങനെ സത്യമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശാലിനിക്കുണ്ടായ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ശാരദാമ്മയോട് സത്യമ്മ പറഞ്ഞു. ശാലിനിക്ക് ഇത്രത്തോളം വേദന ഉണ്ടാവുമെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ശാരദാമ്മയ്ക്ക് അറിയാവല്ലോ. അവൻ ഒരു ദിവസം പോലും എന്നെ കാണാതെ ഇങ്ങനെ മാറി നിന്നിട്ടില്ല. അവൻ ഇപ്പൊ ഇത്രയും ദിവസമായിട്ടും വരാതെ എന്തിനാണ് ന്ന് എനിക്കറിയില്ല. എന്തായാലും അവൻ ഉടനെ തന്നെ മടങ്ങിയെത്തിയാൽ മതിയായിരുന്നു. ഇവിടെയുള്ള എല്ലാവരുടെയും സങ്കടങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാകുമായിരുന്നല്ലോ എന്ന് ആ പാവം അമ്മയുടെ വേദനയോടെയും പ്രതീക്ഷയോടെയുമുള്ള വാക്കുകൾ കേട്ടപ്പോ ശാരദാമ്മ സത്യമെല്ലാം അറിയാമായിരുന്നിട്ടും മനസ്സിൽ വേദനയോടെ സത്യാമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മയുടെ ഈ മടിയിൽ ഒന്ന് തല ചായച്ച് കിടക്കാനായിട്ട് ആ മകൻ ഇപ്പോൾ കൊതിക്കുന്നുണ്ടാവും. ഈ കുടുംബത്തെ ഇത്രത്തോളം സ്നേഹിക്കുന്ന അവൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. അവന്റെ ആത്മാവ് ഈ പരിസരത്ത് തന്നെയുണ്ട്. അമ്മയോട് വന്ന് ഒന്ന് സംസാരിക്കാനോ ആ മടിയിൽ ഒന്ന് തല ചായ്ക്കാനോ കഴിയാനാകാതെ വേദനയോടെ അമ്മയെ നോക്കി നിൽക്കുന്ന അവന്റെ മനസ്സ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ ശാരദാമ്മ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇനിയും സത്യാമ്മയ്ക്ക് അരികിൽ ഇരുന്നു കഴിഞ്ഞാൽ താൻ അറിയാതെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു പോകുമോ എന്നൊരാശങ്ക ആ അമ്മയുടെ മനസ്സിനെ അലട്ടിയതിനാൽ ഇനിയും ഈ പാവം അമ്മയുടെ സങ്കടങ്ങൾ കേട്ടാൽ ഞാനും പൊട്ടിത്തെറിച്ച് കരഞ്ഞു പോയാലോ എന്ന തന്നെക്കുറിച്ചുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ട് തന്നെ ശാരദാമ്മ അടുക്കളയിൽ എന്തെങ്കിലും പണി കാണുമെന്നും ഞാനും കൂടി പൊന്നിയെ ഒന്ന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ്മ അവിടെ നിന്ന് ഒഴിവായി പോകുന്നു. അപ്പോഴും അകത്തു നിന്ന് രാഘവൻ നായർക്ക് മരുന്ന് കൊടുക്കാനായി പിള്ളച്ചേട്ടൻ പിന്നാലെ നടന്ന് നിർബന്ധിക്കുന്ന ശബ്ദം സത്യാമ്മ കേൾക്കുന്നു. സത്യാമ്മ അവിടെ നിന്ന് എന്തു പറ്റിയെന്ന് പെട്ടെന്ന് വിളിച്ചു ചോദിച്ചപ്പോ പിള്ള സത്യാമ്മയോട് പരാതിയുമായി എത്തിയിട്ട് പറഞ്ഞു, സത്യാമ്മേ, ഞാൻ എത്ര നേരമായി രാഘവൻ സാറിന്റെ പിന്നാലെ ഈ മരുന്നുമായിട്ട് നടക്കുന്നു. സാറിന് എന്ത് ചെയ്താൽ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ ദേഷ്യപ്പെടുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. എന്തിനാടോ എനിക്ക് വെറുതെ ഈ മരുന്നൊക്കെ തരുന്നത്? എനിക്ക് എന്ത് അസുഖം ഉണ്ടായിട്ടാ? എന്തിനാ ഞാൻ ഇതൊക്കെ കഴിക്കുന്നേ? എനിക്കൊരു അസുഖവും ഇല്ല എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിച്ചിരിക്കുന്ന രാഘവൻ നായരെ കണ്ട് സത്യാമ്മ ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് പുറത്ത് കളക്ഷനായിട്ട് പോയിട്ട് വന്ന ശിവൻ അവിടേക്ക് എത്തിയത്. വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതും ശിവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ രാഘവൻ നായർക്ക് വലിയ സന്തോഷമായി. വണ്ടിയുടെ ഒച്ച കേട്ടതോടെ പറഞ്ഞു, ദേ എന്റെ മോൻ വന്നു, വിഷ്ണു വന്നു. അവനിങ്ങി വരട്ടെ. എടാ മോനെ വിഷ്ണു, നീ ഇങ്ങി വന്നേ, ഇത് കണ്ടില്ലേ ഈ പിള്ള കാണിക്കുന്നതെന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോഴേക്കും സത്യാമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ആ പലിശ പിരിച്ചുവിട്ട് വന്ന ശിവൻ ആ പണവുമായിട്ട് സത്യാമ്മയ്ക്ക് അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, എന്താ സത്യാമ്മേ, ഇന്നും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ രാഘവേട്ടൻ മരുന്ന് കഴിക്കുന്നില്ല. ആ അതെ, വിഷ്ണു വന്നു, ഇനി അവൻ പറയട്ടെ, അപ്പൊ നിങ്ങക്ക് കഴിക്കാവല്ലോ എന്ന് പറഞ്ഞ് സത്യാമ്മ ശിവനെ അരികിലേക്ക് പറഞ്ഞയച്ചു. രാഘവൻ നായർ ശിവനെ കണ്ടതും, മോനെ വിഷ്ണു, നീ കണ്ടില്ലേ വെറുതെ ഈ പിള്ള എന്നെ മരുന്ന് കഴിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഉടനെ ശിവൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? അതെ, ഈ മരുന്ന് കഴിക്കുന്നതേ അച്ഛൻ അസുഖമൊന്നും ഉണ്ടായിട്ടല്ല, മറിച്ച് അച്ഛൻ അസുഖം വരാതിരിക്കാൻ വേണ്ടിയാ. അത് അച്ഛൻ അറിയില്ലേ? അതുകൊണ്ട് നമുക്ക് ചില അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ മരുന്ന് കഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഇത് കഴിച്ചേ എന്ന് പറഞ്ഞതും ശിവൻ കൊടുത്തപ്പോ, അങ്ങനെയാണ് ഞാൻ കഴിക്കാം, എന്റെ മോൻ പറഞ്ഞ് എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞ് ശിവന്റെ കയ്യിൽ നിന്ന് ആ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നു. അതിനുശേഷം അങ്ങനെ വേണം, ഇനി എന്നും ഈ മരുന്ന് കഴിക്കണം കേട്ടോ എന്ന് ശിവൻ രാഘവൻ നായരെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി കഴിയുമ്പോഴേക്കും എന്റെ പൊന്നു മോനാ നീ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ശിവന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. എന്നാ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ മകനെ ചേർത്ത് പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് സത്യമ്മ പുറത്തു വന്ന് വിളിച്ചത്, മോനെ വിഷ്ണു, നീങ്ങി വന്നേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ ദാ വരുന്നു എന്ന് പറഞ്ഞ് ശിവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് രാഘവൻ നായർ ദേഷ്യത്തോടെ ചോദിച്ചു, അല്ല ഇപ്പൊ എന്തിനാ വിഷ്ണുവിനെ അങ്ങോട്ട് വിളിപ്പിച്ചത്? അപ്പോഴേക്കും അടുത്ത് നിന്ന് പിള്ള പറഞ്ഞു, അതെ, ആ പണത്തിന്റെ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടല്ലോ, അതിനാ വിളിച്ചുകൊണ്ട് പോയത് എന്ന് പിള്ള രാഘവൻ നായരെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും സത്യാമ്മയുടെ അരികിലേക്ക് എത്തിയ ശിവനോട്, സത്യഭാമ, ഈ പണമൊക്കെ ആരുടെ കയ്യിൽ നിന്നുള്ളതാണെന്ന് അന്വേഷിച്ചപ്പോ ഇത് സോമശേഖരന്റെ കയ്യിൽ നിന്ന് കളക്ഷൻ കിട്ടിയില്ല, ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടി. സോമശേഖരന്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു എന്ന് പറഞ്ഞതും സത്യാമ്മ പറഞ്ഞു, അല്ലെങ്കിലും അയാൾ പലിശ ഒന്നും കൃത്യമായിട്ട് തരാറില്ല, അത്രയും വലിയൊരു തുക അയാൾക്ക് കൊടുക്കണ്ടായിരുന്നു എന്ന് സത്യാമ്മ കുറ്റബോധത്തോടെ പറയുന്നത് കേട്ടപ്പോ ശിവൻ പറഞ്ഞു, ഞങ്ങൾ അവിടെ പോയി അയാളെ കണ്ടു. അയാളുടെ ഭാര്യ ഒരു പാവം സ്ത്രീയാണ്. അവരൊടുവിൽ അവരുടെ കെട്ടുതാലി വരെ ഊരി തന്നു. അത് മാത്രമേ ആ പാവത്തിന്റെ കയ്യിലുള്ളൂ. എന്തായാലും അവരൊരു പാവം സ്ത്രീ ആയതുകൊണ്ട് ഞാൻ അത് അവർക്ക് തിരികെ ഏൽപ്പിച്ചു. പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിച്ചെടുക്കാം സത്യമേ എന്ന് ശിവൻ സമാധാനപ്പെടുത്തുന്നത് കേൾക്കുമ്പോ സത്യാമ്മയുടെ മനസ്സിൽ അന്ന് വിഷ്ണു എന്ന് പറഞ്ഞ ആ വർക്ക്ഷോപ്പിലെ ആ പാവം മനുഷ്യനെ കുറിച്ചുള്ള ദയനീയമായ വാക്കുകളായിരുന്നു. അമ്മേ, അവന്റെ കയ്യിൽ അവന്റെ ഭാര്യ ഹോസ്പിറ്റലിലാ പ്രസവിച്ചു കിടക്കുക. സത്യത്തിൽ അവന് മരുന്നിന് പോലും അവന്റെ കയ്യിൽ പണമില്ല എന്ന് ദയനീയമായി അന്ന് വിഷ്ണു പറഞ്ഞ കാര്യം അത് സത്യാമ്മയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. രാഘവേട്ടൻ പറയുന്നത് ശരി തന്നെയാ. വിഷ്ണുവിന്റെ അതേ ഒരു മനസ്ഥിതിയാ ഇവനും ഉള്ളത്. ശിവന്റെ മനസ്സും മറ്റുള്ള പാവങ്ങളുടെ വേദന കാണാനോ അവരുടെ കഷ്ടപ്പാട് കാണാനോ അവന് കഴിയില്ല എന്ന് സത്യാമ്മ വിഷ്ണുവിനെ കുറിച്ച് ഓർത്തുപോയി. അപ്പോഴാണ്
വീട്ടിലെ കാര്യങ്ങളൊക്കെ കുടുംബശ്രീയിലെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അവിടേക്ക് മാഷ് എത്തിയത്. കുറുപ്പ് മാഷ് വന്നപ്പോ ശാരികയും ശ്യാമയും വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കുന്നതിനിടയിൽ, ശാരദാമ്മ ഇപ്പൊ ഇവിടേക്ക് വരാറില്ലല്ലേ? പാവം ശാലിനിയുടെ കാര്യം ഓർത്ത് അവിടെ അല്ലെങ്കിലും എത്ര നാളായി ഒരാളെ കാണാതായിട്ട്. അപ്പോ ആ വീട്ടിലുള്ളവരുടെ മാനസികാവസ്ഥയും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ എന്തായാലും നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റൂ എന്ന് കുറുപ്പ് സാർ അങ്ങനെ പറഞ്ഞങ്ങനെ അവരോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പുറത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്നത് അവർ കണ്ടത്. ഓട്ടോയിൽ നിന്ന് വളരെ പുഞ്ചിരിയോടെ എന്തോ ഒന്ന് പ്രത്യേകിച്ച് സംഭവിച്ചിട്ടുണ്ട്, ഒരു സന്തോഷ വാർത്ത എന്തോ പറയാനുണ്ട് എന്നുള്ള രീതിയിൽ വളരെ സന്തോഷത്തോടെ അവർക്കരികിലേക്ക് ഓടിയെത്തുകയാണ് രോഹിത്. രോഹിത് വന്നതും താൻ കൊണ്ടുവന്ന കവറ് അവിടേക്ക് വെച്ചു. ആ കുറുപ്പ് സാറോ? സാറേ ദാ ഇതൊന്ന് എടുത്തേ എന്ന് പറഞ്ഞ് ആ ബോക്സ് തുറന്നിട്ട് അതിൽ നിന്ന് ലഡു എല്ലാവർക്കുമായിട്ട് കാണിച്ചു. ഉടനെ കുറുപ്പുമാഷി ചോദിച്ചു, ആ എന്താടോ ഇതിന്റെ കാര്യം? ഇങ്ങനെ സ്വീറ്റ്സ് തരണമെങ്കിൽ ഒന്നെങ്കിൽ സന്തോഷിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം. എന്താ എന്തെങ്കിലും അങ്ങനെ സന്തോഷ വാർത്തയുണ്ടോ? എന്താ എന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ആ സ്വീറ്റ്സ് കൊടുത്തിട്ട് ബോക്സ് ശ്യാമയെ ഏൽപ്പിച്ചിട്ട് രോഹിത് പറഞ്ഞു, അതെ എനിക്ക് ഒരു ജോലി ആയിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്കൊരു ജോലി കിട്ടി. അത് കേട്ടതോടെ ശ്യാമയ്ക്ക് വലിയ സന്തോഷമായി. കുറുപ്പുമാഷും ശാരികയും രോഹിത്തിന് അങ്ങനെ ഒരു ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിൽ എന്തായാലും നന്നായി, ഒരു ജോലി നേടിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ എല്ലാം നല്ല ഭംഗിയാവട്ടെ എന്ന് കുറുപ്പുമാഷ് ആശംസിക്കുകയും ചെയ്തു. അങ്ങനെ സന്തോഷിച്ച് നിന്നപ്പോ പെട്ടെന്ന് ശ്യാമ പറഞ്ഞു, എന്തായാലും ഇങ്ങനെ ഒരു ജോലി കിട്ടിയല്ലോ, അത് സമാധാനം. അപ്പോഴാണ് ശ്യാമ പറഞ്ഞത്, അതെ ജോലി കിട്ടിയ കാര്യം എന്തായാലും ഇപ്പൊ തന്നെ ഞാൻ അമ്മയൊന്ന് വിളിച്ചു പറയട്ടെ. രോഹിത് ആ ഫോണിങ് തന്നെ എന്ന് പറഞ്ഞ് വേഗം രോഹിത്തിന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചു. അപ്പോഴേക്കും ശാരിക പറഞ്ഞു, എന്തായാലും രോഹിത്തിന്റെ ഇങ്ങനെ ഒരു ജോലി കിട്ടിയത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇത്രയും ദിവസം ജോലിയൊന്നും ഇല്ല എന്നോർത്ത് ഉള്ള ആശങ്കയും സങ്കടത്തോടെയുള്ള നടപ്പും ഒക്കെ ഒന്ന് മാറിക്കിട്ടുമല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് രോഹിത്തിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് ശ്യാമ വേഗം ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിച്ചത്. അമ്മ ഇപ്പൊ തന്നെ വിളിക്കണം, ഇപ്പൊ തന്നെ ഫോൺ എടുത്ത് അമ്മ വിശേഷങ്ങൾ അറിയട്ടെ, എന്നാലേ കൈയോടെ ഈ കാര്യം അവിടെ ഉള്ളവരെല്ലാവരും അറിയൂ എന്ന് പറഞ്ഞ് ശ്യാമ വേഗം ഫോൺ എടുത്ത് ശാരദാമ്മയെ വിളിച്ചു. കോൾ വരുന്നത് കണ്ട് ശാരദാമ്മ അറ്റൻഡ് ചെയ്തിട്ട്, എന്താ രോഹിത്തെ എന്ന് ചോദിച്ചപ്പോ, രോഹിത് അല്ല ശ്യാമയാ. അതെ അമ്മ ഒരു കാര്യം അറിയാനായിട്ടാ ഞാൻ വിളിച്ചത്. അമ്മ രോഹിത്തിന് ഒരു ജോലിയായി, ഞങ്ങൾക്കും ഒരു ജോലിയും കൂലിയൊക്കെ ആയി കേട്ടോ. ഇത്രയും ദിവസം രോഹിത്തിന് ഒരു ജോലിയും കൂലിയൊന്നും ഇല്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ രോഹിത്തിനെ എല്ലാവരും തഴഞ്ഞിരുന്നത്. രോഹിത്തിന് ഒരു വിലയും കൊടുക്കാതിരുന്നതും അതുകൊണ്ടാണല്ലോ. സത്യാമ്മയോടൊന്ന് പറഞ്ഞേക്ക് രോഹിത്തിനും ജോലിയൊക്കെ കിട്ടുമെന്ന്. പിന്നെ അമ്മയുടെ കളക്ടർ മോളുണ്ടല്ലോ, മോളോടും കൂടി ഒന്ന് പറ, ഞങ്ങൾക്ക് ഒരു ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ തഴഞ്ഞിട്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അല്ലെങ്കിലും അമ്മയുടെ പ്രിയപ്പെട്ട മകള് കളക്ടർ മോൾ തന്നെയാണല്ലോ എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ ശാരദാമ്മ പറഞ്ഞു, ഇടി മോളെ, രോഹിത്തിന് ജോലി കിട്ടിയെങ്കിൽ നല്ല കാര്യം തന്നെ. പക്ഷേ നിന്നോട് എനിക്കിപ്പോ ഇതിനുള്ള മറുപടി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പോ. നീ ഫോൺ വെച്ചെന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അല്ലെങ്കിലും ഞങ്ങളുടെ ആ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് കേൾക്കേണ്ടതില്ലല്ലോ. അമ്മയ്ക്ക് കളക്ടർ മോള് മാത്രം മതി. അല്ലെങ്കിലും ചുമ്മാതെയല്ല, അവരോട് കൂടി പറഞ്ഞേക്ക് രോഹിത്തിന് ഒരു ജോലി ആയിട്ടുണ്ടെന്ന്. ഞങ്ങൾക്കും ഒരു നിലയുറച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയെന്നുള്ളത്. പിന്നെ അമ്മ ഒരു കാര്യം കൂടി പറ, ആ കളക്ടർ മോളുടെ ഈ അഹങ്കാരവും ഇങ്ങനെയുള്ള ജീവിത രീതികളും ഒക്കെ തന്നെയാണ് പാവം വിഷ്ണുവേട്ടൻ മറ്റെവിടെയോ പോയി ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത്. അവരുടെ കയ്യിലിരിപ്പും സ്വഭാവ ദൂഷ്യം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട ശാരദാമ്മ ദേഷ്യപ്പെട്ടു. നീ ദൈവദോഷം പറയരുത്, നീ എത്രയും വലിയൊരു ദൈവദോഷം ഇപ്പൊ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നറിയാവോ എന്ന് ചോദിച്ച് ശാരദാമ്മ ആശാമയെ താക്കീത് ചെയ്യുമ്പോൾ, അതെ ഇത് ഞാനല്ല പറയുന്നത്, എന്റെ കുഞ്ഞേച്ചിയും അമ്മയൊക്കെ ഇങ്ങനെയാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയൊക്കെ കളക്ടർ മേഡത്തെ കുറിച്ച് പറയുന്നതേ ഈ നാട്ടുകാരാ. അത് അമ്മയ്ക്ക് എന്നെ ചീത്ത പറയാം, അവരെ ആരെയും ചീത്ത പറയാനാവില്ലല്ലോ എന്ന് പറഞ്ഞ് ശ്യാമ ദേഷ്യത്തോടെ ഫോൺ വെക്കുമ്പോഴേക്കും അതെല്ലാം കേട്ട് അപ്പുറത്ത് നിന്ന രോഹിത്തും കുറുപ്പുമാഷുമൊക്കെ ശ്യാമയുടെ ഇത്തരത്തിലുള്ള ഈ അല്പത്തരത്തിലുള്ള സംഭാഷണം കേട്ട് ദേഷ്യത്തോടെ നോക്കി. അപ്പോഴേക്കും ശാരദാമ്മ ഫോൺ കട്ട് ചെയ്തതോടെ, പാവം എൻ്റെ ശാലിനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അവളുടെ നേരെയാണല്ലോ പഴികളെല്ലാം വരുന്നത്. ഈ സത്യം അറിയാതെ എൻ്റെ കുഞ്ഞാണല്ലോ പഴിയെല്ലാം ഏൽക്കേണ്ടി വരുന്നത് എൻ്റെ ദേവിയെ എന്ന് സങ്കടത്തോടെ ശാരദാമ്മ ദേവിയോട് പരാതി പറഞ്ഞു നിൽക്കുമ്പോൾ രാഘവൻ നായർ ചെടികൾ നനയ്ക്കാനായിട്ട് വയ്യാത്ത ആ കയ്യിൽ ഒരു ബക്കറ്റ് വെള്ളവും എടുത്ത് ഏന്തി വരുന്നത് പുറത്തു പോയിട്ട് മടങ്ങിയെത്തിയ പിള്ളച്ചേട്ടൻ കാണാനിടയായി. ഉടനെ പിള്ളച്ചേട്ടൻ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്തിനാ സാറേ ഈ വെള്ളമൊക്കെ എടുത്തോണ്ട് വന്നത് ഈ വയ്യാത്ത കൈയും കൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പിള്ളയോട് ദേഷ്യത്തോടെ പറയുകയാണ് രാഘവൻ നായർ, അതെ താനിങ്ങനെ നടന്നോ, കണ്ടില്ലേ
ആ ചെടികളൊക്കെ ആകെ വാടിക്കരിഞ്ഞ് നിൽക്കുന്നത്. അവയ്ക്ക് ഒരിറ്റ് വെള്ളം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴാണ് പിള്ള ചോദിച്ചത്, അതിപ്പോ വെള്ളം വരുന്ന നേരത്ത് അതിന് വെള്ളം കൊടുക്കാവല്ലോ സാറേ എന്ന് ചോദിച്ചു. അത് കേട്ടതോടെ രാഘവൻ നായർ ദേഷ്യത്തോടെ പിള്ളയോട് പറഞ്ഞു, എടോ, താൻ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം ഇപ്പൊ കഴിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് തനിക്ക് ഒരു 6 മണി 7 മണിയാകുമ്പോൾ ഭക്ഷണം തന്നാൽ മതിയോടോ എന്ന് ചോദിച്ചപ്പോൾ, അതെനിക്ക് പറ്റത്തില്ല, എനിക്ക് ഗ്യാസ് കയറും എന്നായി കുറുപ്പിന്റെ മറുപടി, പിള്ളയുടെ മറുപടി. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, അപ്പൊ തനിക്ക് കൃത്യസമയത്തൊക്കെ വേണം, അവറ്റകൾക്കും അങ്ങനെയൊക്കെയാടോ. പിന്നെ എന്റെ വിഷ്ണുവിനെ ഇഷ്ടപ്പെട്ട കുറെ ചെടികളുണ്ട് ഈ കൂട്ടത്തില്, അറിയാവോ? അത് കേട്ടതും പിള്ള പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ സാർ ആ വെള്ളം ഇങ്ങനെ ഞാൻ ഒഴിച്ചോളാം എന്ന് പറഞ്ഞ് ആ ബക്കറ്റിലെ വെള്ളം എടുത്ത് കുറുപ്പ് പിള്ള അത് ചെടികൾക്ക് ഒഴിക്കാൻ തുടങ്ങുമ്പോൾ രാഘവനാരി ചോദിച്ചു, അത് ശരി, അപ്പൊ താനാള് കൊള്ളാവല്ലോ, ഞാൻ എടുത്തോണ്ട് വന്ന ഈ വെള്ളം എടുത്ത് ഒഴിക്കാൻ പോവല്ലേ എന്ന് ചോദിച്ചപ്പോ, പിന്നല്ലാതെ സാറ് ചെടികൾക്ക് ഒഴിക്കാൻ കൊണ്ടുവന്നതല്ലേ എന്ന് ചോദിച്ചപ്പോ രാഘവനാരി ചോദിച്ചു, കൊള്ളാം, ഞാൻ ഈ വയ്യാത്ത കയ്യും വെച്ച് ഒരു വിധത്തി അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന ഈ ബക്കറ്റിലെ വെള്ളം തന്നെ വേണം തനിക്ക് എടുത്തിപ്പോ ഒഴിക്കാനല്ലേ എന്ന് ചോദിച്ചപ്പോ, അയ്യോ, ഇതൊരു വല്ലാത്തൊരവസ്ഥ തന്നെ, അതെ, ഞാൻ ഈ വെള്ളവും ബക്കറ്റും ഇതാ ഇവിടെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, വിഷ്ണു ഇങ്ങ് വരട്ടെ, എടോ, എന്റെ കൈക്കും കാലിനും ഒക്കെ വല്ലാത്തൊരു വേദനയുണ്ട്, എന്തായാലും അവൻ വന്നിട്ട് കുഴമ്പിട്ട് കൈയും കാലും ഒന്ന് തിരുമ്മി തരുമ്പോ വല്ലാത്തൊരു ഉണർവാ, അറിയാവോ എന്ന് ചോദിച്ചു. അത് കേട്ടതോടെ പിള്ള പറഞ്ഞു, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, ഇപ്പൊ ഈ വെള്ളമൊക്കെ എടുത്തോണ്ട് വന്നതിന്റെ കാരണം വിഷ്ണു കുഞ്ഞിനെ കൊണ്ട് ഈ കുഴമ്പൊക്കെ ഇട്ട് തിരുമിക്കുന്ന ആ ഒരു ഉദ്ദേശം മനസ്സിലുണ്ട്, അതിനുവേണ്ടി കാണിച്ചു കൂട്ടിയതാണ് ഈ വേലത്തരമൊക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായർ പറഞ്ഞു, കൊള്ളാം, താൻ തന്നെ പോയി വെള്ളം എടുത്തോണ്ട് വന്നിട്ട് ഇതിനെയൊക്കെ അങ്ങ് നനച്ചാൽ മതി എന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ, ഞാൻ തന്നെ പോയി എടുത്തോളാം, ഇവിടെ ചീര നനയുമ്പോ ഈ വാഴ നനയുമ്പോ ഇവിടെ ഒരല്പം ചീരയും കൂടി നനഞ്ഞു പൊക്കോട്ടെ എന്താ എന്ന് പറഞ്ഞ് പിള്ള സംസാരിക്കുമ്പോൾ രാഘവൻ നായർ പാഴ പിടിച്ചങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് ചന്ദ്രയെ കാണാത്തതിന്റെ ടെൻഷനില്ല, അങ്ങനെ വഴിക്കണ്ണുമായിട്ട് നിൽക്കുകയാണ് നിർമ്മല. മാണിക്കോത്തെ ഗേറ്റ് തുറന്ന് ഒരു വണ്ടി അകത്തേക്ക് വരുന്ന കണ്ട് വളരെ പ്രതീക്ഷയോടെ അങ്ങനെ കണ്ണുനീരുമായിട്ട് നിർമ്മല നോക്കുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി വന്ന മഹേന്ദ്രൻ ചോദിച്ചു, എന്തു പറ്റി, നിന്റെ കുമ്പളങ്ങാട്ടെ കൊച്ചമ്മ മരണപ്പെട്ടോ? അല്ലേലും ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം അവര് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ അവരുടെ കാറ്റ് പോകുമെന്ന്, അതെന്തായാലും നന്നായി എന്ന് പറഞ്ഞതും എന്റെ മഹിയേട്ട അതല്ല എന്ന് പറഞ്ഞ് പിന്നാലെ നിർമ്മല ഓടിച്ചെല്ലുന്നു. ഹാളിലേക്ക് എന്നതും മഹേന്ദ്രൻ അവിടെ സെറ്റിയിൽ ഇരുന്നിട്ട് ചോദിച്ചു, എന്നിട്ട് എന്തായി, എങ്ങനെയാ കാര്യങ്ങള് എന്നൊക്കെ ചോദിച്ചപ്പോ അടുത്തേക്ക് നിന്ന് നിർമ്മല പറഞ്ഞു, അതെ, എന്റെ കുമ്പളങ്ങാട്ടെ കൊച്ചമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അത് കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് നല്ല തണ്ടും ആരോഗ്യമുള്ള തടിമാടന്മാരായിട്ട് ഉള്ള 2 ആൺമക്കളുണ്ട്. എന്നാലേ ഇത് ഞാൻ അതിനല്ല കരഞ്ഞത്, ഞാൻ സങ്കടപ്പെട്ട് നിൽക്കുന്നതേ എന്റെ മോള് ചന്ദ്രയെ കാണാത്തത് കൊണ്ടാണ്. അപ്പോ ഞാനിവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കാതെ പിന്നെ എന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കണോ എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ നിർമ്മല പറയുമ്പോ അത് കേട്ടതും മഹേന്ദ്രൻ ആകെ ഞെട്ടലോടെ നോക്കി. നീ എന്തേ പറഞ്ഞത്, ചന്ദ്രയെ കാണാനില്ലെന്നോ? അവളിത് എവിടെ പോകാനാ എന്ന് ചോദിച്ചപ്പോ അതെനിക്ക് അറിയത്തില്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. അതെ, ഇന്നലെ അവൾക്ക് വിവാഹം ആലോചിച്ച് മാന്യമായിട്ടൊരു ചെറുക്കൻ ഇവിടെ കയറി വന്ന് ചോദിച്ചതല്ലേ, അപ്പൊ അവനെ മാന്യമായിട്ട് തന്നെ പറഞ്ഞയക്കണായിരുന്നു. പകരം മഹിയേട്ടൻ എന്താ ഈ കാണിച്ചത്? അവനെ ഇവിടെ അപമാനിച്ച് തല്ലി ഇറക്കി വിടുകയല്ലേ ചെയ്തത്. അത് ശരിയായ കാര്യമായിരുന്നോ? എന്തായാലും എന്റെ മോള് അവൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല, ഇനി എന്താ അവൾക്ക് സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിർമ്മല ബഹളം വെക്കുമ്പോഴേക്കും ഉടനെ തന്നെ മഹേന്ദ്രൻ സ്വാമിയെ വിളിച്ചു. സ്വാമി, എന്താണോ ഇപ്പൊ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ, അല്ല, ഇനിയിപ്പോ വല്ല കൂട്ടുകാരിമാരുടെ വീട്ടിൽ വല്ലതും പോയിരിക്കുകയാണെങ്കിലോ എന്ന് സംശയത്തോടെ സ്വാമി പറയുമ്പോൾ നിർമ്മല പറഞ്ഞു, ഞാൻ അവളുടെ കൂട്ടുകാരി വരെ എല്ലാം വിളിച്ചു നോക്കി, പക്ഷെ അവരാരും അവൾ ചെന്നിട്ടില്ലെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ എന്റെ മോൾ എവിടെ പോയതാണോവാ, എന്തായാലും മോനെയും മോളെയും ഒന്നും ഇപ്പൊ മഹിയേട്ടന് വേണ്ട, എനിക്ക് എന്റെ മക്കളെ വേണം, എനിക്ക് എങ്ങനെ എന്റെ മോളെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോഴേക്കും മഹേന്ദ്രൻ പറഞ്ഞു, എന്തായാലും ശരി, വാ സ്വാമി, നമുക്ക് പോയി നോക്കാം. ഓരോ മക്കളിങ്ങനെ ഓരോ പൊല്ലാപ്പുണ്ടാക്കി വെക്കുമ്പോ അച്ഛന്മാർക്ക് അതിന്റെ പിന്നാലെ പോകാതിരിക്കാനാവില്ലല്ലോ. പിന്നെ ഇവിടെ കയറി വന്നവൻ, എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരുത്തിന് നമ്മുടെ മോളെ കെട്ടിച്ചു കൊടുക്കണം എന്നാണ് നീ പറയുന്നത്? അതെ, ആരോരുമില്ലാത്ത അഗതിയായി നടക്കുന്ന അവന് ഞാൻ എന്റെ പെണ്ണിനെ പിടിച്ചു കൊടുക്കാനോ? അവളിനി ചത്താലും ശരി, ഞാൻ അത് സമ്മതിക്കില്ല എന്ന് മഹേന്ദ്രൻ അറിയിച്ചു. അപ്പോഴേക്കും അടുത്ത് നിന്ന് നിർമ്മല പറഞ്ഞു, മഹിയേട്ടൻ എന്തിനും വാശിയാണ്, പിന്നെ എന്താ ചെയ്യുക, എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ മഹിയേട്ടാ? നമ്മുടെ മോള് അവൾ എവിടെയാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്ത് എന്ന് പറഞ്ഞപ്പോ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് താൻ താമസിക്കുന്ന ലോഡ്ജിലേക്ക് മടങ്ങി എത്തിയതായിരുന്നു ശിവൻ. അപ്പോഴേക്കും ഈ വന്ന് റിസപ്ഷനിസ്റ്റോട് ചോദിക്കുമ്പോഴേക്കും അവിടെ നിന്ന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, സാറിനെ കാത്ത് ഇത് അവിടെ 2 ഗസ്റ്റുകളുണ്ട് എന്ന്. നേരെ തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ പ്രകാശനും ചന്ദ്രയും നിൽക്കുന്നത് കണ്ടു. വേഗം തന്നെ കീയും വാങ്ങിച്ച് ചന്ദ്രയുടെയും പ്രകാശിന്റെ അരികിലേക്ക് ശിവൻ ചെന്നു. മോളെ ചന്ദ്ര, നീ എന്താടി ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ചന്ദ്ര കാര്യങ്ങളൊക്കെ പറയുന്നത്.
ഏട്ടാ ഞാൻ ഇറങ്ങിപ്പോന്നു. ആ അരങ്ങത്തുകാരുടെ കുടുംബവുമായിട്ടുള്ള ആലോചന അത് അച്ഛൻ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാ. എനിക്കത് വേണ്ട ഏട്ടാ. എനിക്ക് പ്രകാശനുമായിട്ടുള്ള ജീവിതമാണ് ആഗ്രഹം. ഞാൻ ഏട്ടനോട് കാര്യങ്ങൾ പറഞ്ഞതല്ലേ. ഇതാണ് പ്രകാശ് എന്ന് പറഞ്ഞു. പ്രകാശ് മാന്യമായി വീട്ടിൽ വന്ന് വിവാഹാലോചന നടത്തി. പക്ഷെ അച്ഛൻ പ്രകാശിനെ അപമാനിച്ചയക്കുകയാണ് ചെയ്തത്. ഏട്ടൻ ഞങ്ങളെ കൈവിടല്ലേ, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രകാശിന്റെ കൂടെ ജീവിക്കാനായിട്ടാണ് ഞാൻ വീട് വിട്ടിറങ്ങി പോകുന്നതെന്ന് പറഞ്ഞ് ചന്ദ്ര ശിവന്റെ കാല് പിടിച്ച് കരഞ്ഞു. ഉടനെ ശിവൻ ചന്ദ്രയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, എടി മോളെ, നിങ്ങളൊക്കെ എന്ത് മണ്ടത്തരാടി കാണിച്ചത്. എങ്കിലും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? നിങ്ങളെ എങ്ങാനും എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും കണ്ടാണ്ടല്ലോ അച്ഛൻ ആ നിമിഷം രണ്ടിനും തീർക്കും. ഇതിനോടകം തന്നെ നിങ്ങളെ അന്വേഷിച്ച് അച്ഛൻ പരക്കം പാഞ്ഞിട്ടുണ്ടാവും. അച്ഛന്റെ ആളുകൾ ഈ സിറ്റി മുഴുവൻ നടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞപ്പോ ചന്ദ്ര പറഞ്ഞു, ഏട്ടാ ഞാൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ്റെ അടുത്ത് വന്ന് മാന്യമായിട്ട് പ്രകാശ് വിവാഹാലോചന നടത്തി. പക്ഷെ അച്ഛൻ അപമാനിച്ചയക്കുക ചെയ്ത് എന്ന് പറഞ്ഞു. പ്രകാശിന്റെ അരികിലേക്ക് എത്തിയ ശിവൻ ചോദിച്ചു, പ്രകാശെ, നിങ്ങൾ എന്ത് ബുദ്ധിമോശ കാണിച്ചെന്നറിയാവോ എന്ന് ചോദിച്ചപ്പോൾ പ്രകാശ് പറഞ്ഞു, ശിവേട്ടാ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എൻ്റെ അയോഗ്യതകൾ ഏറെയാണ്. ചന്ദ്രയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതകൾ ഒന്നും തന്നെ ഇല്ലെന്നതിനേക്കാൾ അയോഗ്യതകളാണ് ഏറെ കൂടുതലും. പക്ഷേ ഒന്ന് മാത്രം ഞാൻ ഉറപ്പ് പറയാം, ചന്ദ്രയെ ഞാൻ പൊന്നുപോലെ നോക്കും. അവളെ എനിക്ക് അങ്ങനെ നോക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു, അതെ, പ്രണയിക്കുന്നവർക്ക് പണമോ സൗന്ദര്യമോ ആസ്തികളോ ഒന്നും തന്നെ ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഇപ്പോ ചന്ദ്രയെ ഇങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് അതിൽ പ്രണയത്തിൽ അയോഗ്യതയുടെ കാര്യങ്ങളുമില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അച്ഛൻ അറിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവന് തന്നെ ആപത്തായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഒരു ഫോൺ കോള് ശിവനെ തേടിയെത്തി. ഫോൺ നോക്കിയപ്പോഴേക്കും അമ്മയെ വിളിക്കുന്നത് കണ്ടതോടെ ശിവൻ പറഞ്ഞു, ദേ അമ്മയെ വിളിക്കുന്നത്. വേഗം കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടപ്പോഴേക്കും ചന്ദ്രയെ കാണാത്തതിന്റെ സങ്കടത്തോടെ നിർമ്മല പറഞ്ഞു, എടാ മോനെ, നമ്മുടെ മോള് ചന്ദ്രയില്ലേ, അവളെ കാണാനില്ലടാ. അവളെ അന്വേഷിച്ച് അച്ഛനും പോയിട്ടുണ്ട്. പിന്നെ അവള് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? ഇന്നലെ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വിവാഹാലോചിച്ച് ഒരു പയ്യൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്താ അവള് ചെയ്യുക? അങ്ങനെ അവൾ ഈ വീട് വിട്ട് ഇറങ്ങി പോകുവോടാ? എല്ലാവരും പറയുന്നത് അവൾ അവന്റെ പിന്നാലെ പോയിട്ടുണ്ടോ എന്നാണ്. എടാ മോനെ, അങ്ങനെയൊക്കെ സംഭവിക്കുവോടാ? ഒന്നുമല്ലല്ലോ, ഞാനല്ലേടാ അവളെ വളർത്തിയത്. അവൾക്ക് എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ കഴിയുവോടാ? അങ്ങനെയെല്ലാം ചോദിച്ച് നിർമ്മല പൊട്ടിക്കരയുമ്പോ ഇത് കേട്ട ശിവൻ വിഷമത്തോടെ ചന്ദ്രയെ നോക്കി, അമ്മ സങ്കടപ്പെടാതെ. എടാ മോനെ, നീ ഒന്ന് ഇവിടെ വരെ വരുവോ? എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ശിവനോട് സങ്കടപ്പെട്ടുകൊണ്ട് നിർമ്മല സംസാരിക്കുമ്പോൾ ശിവൻ ഉടനെ നിർമ്മലയോട് പറഞ്ഞു, അമ്മ ഫോൺ വെച്ചു. അമ്മ സമാധാനത്തോടെ ഇരിക്കെ, ഞാൻ വരാം. അവളെ ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടെത്തുകയും ചെയ്യാം എന്ന് പറഞ്ഞ് ശിവൻ നിർമ്മലയെ സമാധാനപ്പെടുത്തി ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ചന്ദ്രയോട് പറഞ്ഞു, കണ്ടില്ലേ, നമ്മുടെ അമ്മ പൊട്ടിക്കരയുകയാ നിന്നെ കാണാത്തതിന്റെ പേരിൽ. ആ അമ്മയോട് നീ ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ പാടുണ്ടായിരുന്നോ മോളെ എന്ന് ചോദിച്ചപ്പോ വേഗം തന്നെ ചന്ദ്ര ശിവന്റെ കാലിൽ വീണു. ഏട്ടാ, എനിക്ക് വേറെ ആരുമില്ല എന്നെ ഒന്ന് സഹായിക്കാൻ. ഏട്ടൻ എന്നെ കൈവിടരുത് എന്ന് പറഞ്ഞ് ചന്ദ്ര ശിവന്റെ കാലിൽ വീണതും ശിവൻ പറഞ്ഞു, എഴുന്നേക്ക്. തൽക്കാലം നിങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങണ്ട. ഇന്നിപ്പോ മുകളിലത്തെ എന്റെ മുറിയിൽ പോയി നിങ്ങൾ കിടന്നു. എന്തായാലും നാളെ നേരം വിളിക്കട്ടെ, എന്നിട്ടാകാം ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് എന്ന് പറഞ്ഞ് ശിവൻ ആലോചിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കണം, ഇതിനൊരു പരിഹാരം എങ്ങനെയാ കണ്ടെത്തുക എന്നും ആലോചിച്ച് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ശാലിനി വിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി സങ്കടപ്പെട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ആ ബെഡിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ശാലിനി ആകെ സങ്കടത്തോടെ വിഷ്ണുവിനെ തന്നെ ഓർത്ത് ആലോചിച്ചങ്ങനെ ഇരിക്കുമ്പോൾ രേഷ്മ അന്ന് വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശാലിനിയുടെ മനസ്സിനെ അലട്ടി. വിഷ്ണുവിന്റെ ഹൃദയവും കരളും കണ്ണുമൊക്കെ അങ്ങനെ 5 പേർക്ക് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആ ഒരു കാര്യം ഓർത്ത് വേദനയോടെ ശാലിനി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും മക്കൾ രണ്ടുപേരും കൂടി മുറിയിലേക്ക് എത്തി. ശാലിനി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് കുട്ടികൾക്കും ആകെ വിഷമമായി. സത്യ പപ്പിയോട് പറഞ്ഞു, അമ്മയാകെ സങ്കടത്തിലാ പപ്പി. ഉടനെ പപ്പി പറഞ്ഞു, അതെ, അമ്മ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ ചെന്ന് അമ്മയോട് എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി നേരെ ശാലിനിക്ക് അരികിലേക്ക് എത്തി. അടുത്ത് വന്ന് ആ ബെഡിലേക്ക് ഇരുന്ന് അമ്മയെന്ന് വിളിച്ചതും എന്താ മക്കളെ, എന്താ നിങ്ങൾ രണ്ടുപേരും വന്നത്? എന്തു പറ്റി എന്ന് ശാലിനി അന്വേഷിച്ചു. രണ്ടുപേരും ആകെ വിഷമത്തോടെ ശാലിനി നോക്കുന്നത് കണ്ട് എന്തു പറ്റി, എന്തിനാ മക്കൾ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ശാലിനി അന്വേഷിച്ചു. കുട്ടികൾ അപ്പോഴേക്കും ശാലിനിക്ക് അരികിലേക്ക് വന്നിരുന്നിട്ട് പപ്പിയും സത്യയും മാറി മാറി ചോദിച്ചു, അമ്മേ, അച്ഛൻ എന്താ ഇത്രയും നാളായിട്ടും ഞങ്ങളെ കാണാൻ വരാത്തത്? അച്ഛൻ ഇനി വരത്തില്ലേ അമ്മേ എന്ന് മക്കളുടെ ആ ചോദ്യം കേട്ടപ്പോ ശാലിനി ഇത്രയും നേരം നിയന്ത്രിച്ചു നിന്ന തന്റെ മനസ്സിന്റെ വേദന കുട്ടികളുടെ ആ ഒറ്റ ചോദ്യത്തിൽ ശാലിനി പൊട്ടിത്തെറിക്കുന്ന വിധത്തിൽ തന്റെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും ചിന്നി ചിതറുന്നത് പോലെ വേഗം
അണപൊട്ടി ഒഴുകുന്ന അവസ്ഥയിൽ പൊട്ടിക്കരയുകയാണ് മക്കളെ ചേർത്ത് പിടിച്ച്. എന്നെ മക്കളെ എന്ന് പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുമ്പോൾ കുട്ടികൾ അമ്മയുടെ ഇരു തോളിലുമായി ചേർന്ന് പിടിച്ച്, എന്താ അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, അമ്മ കരയാതെ എന്ന് പറഞ്ഞ് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ തങ്ങളാലാകും വിധത്തിൽ ശാലിനിയെ സമാധാനപ്പെടുത്തുകയാണ്. അതിനുശേഷം മക്കളെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് സത്യാമ്മയുടെ അരികിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം അവിടെ ഇരിക്കുന്ന വിഷ്ണുവിന്റെ ആ ചിതാഭസ്മം കയ്യിലേക്ക് എടുത്തു. ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും മനസ്സിനെ ഈ രീതിയിൽ കീറിമുറിച്ചുകൊണ്ട് എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് എല്ലാ സത്യങ്ങളും താൻ അറിഞ്ഞിട്ടും ഇങ്ങനെ നീറിപ്പുകയുന്ന ഒരു ജീവിതവുമായി മുന്നോട്ട് നീങ്ങേണ്ടി വന്നതിന്റെ കാരണക്കാരൻ വിഷ്ണുവാണല്ലോ എന്ന ചിന്ത ശാലിനിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ശാലിനിക്ക് അത്രമേൽ പ്രണയമായിരുന്ന, അത്രമേൽ സ്നേഹിച്ചിരുന്ന തന്റെ പ്രിയപ്പെട്ടവന്റെ ആ വിയോഗം സഹിക്കാനാകാതെ ശാലിനി വേഗം തന്നെ തന്റെ കയ്യിലിരിക്കുന്ന ആ ചിതാഭസ്മവും എടുത്ത് മറ്റാരും കാണാതെ ബാൽക്കണിയിലേക്ക് എത്തുകയാണ്. എന്നിട്ട് പകയോടെ ആ ചിതാഭസ്മം പുറത്തേക്ക് വലിച്ചെറിയാനായിട്ട് ഒരുങ്ങുമ്പോൾ അവിടെ അപ്പുറത്ത് നിന്ന് ശാലിനി എന്നുള്ള ഉറക്കെയുള്ള ഒരു വിളി ശാലിനി കേട്ടു. പിന്തിരിഞ്ഞു നോക്കിയതും അവിടെ ദേഷ്യത്തോടെ ശാലിനി നോക്കി നിൽക്കുകയാണ് ശാരദാമ്മ. നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് അരികിലേക്ക് ഓടി വന്ന് വിഷ്ണുവിന്റെ ചിതാഭസ്മം ഇരിക്കുന്ന ആ മൺകുടം ഭദ്രമായി പിടിച്ചു വാങ്ങിച്ച് ശാരദാമ്മ ശാലിനിയോട് ദേഷ്യപ്പെട്ടു. മോളെ, നീ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, മടുത്തു അമ്മേ, എനിക്കിപ്പോ ഇത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വെറുപ്പും ദേഷ്യവും തോന്നുകയാണ്. ഈ കുടുംബത്തെ ഈ അവസ്ഥയിലാക്കിയിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ചതി എന്നോട് കാണിച്ചത് എന്ന് പറഞ്ഞ് ശാലിനി പൊട്ടിക്കരയുമ്പോൾ, എൻ്റെ പൊന്നുമോളെ, നീ ഇങ്ങനെ സങ്കടപ്പെടലേ, എല്ലാം സഹിക്കാനുള്ള ശക്തി എൻ്റെ മോൾക്ക് കിട്ടട്ടെ. ഈ കുടുംബത്തെ ഇനിയും നീ ഇങ്ങനെ തളർന്നു നിന്നാൽ ഈ കുടുംബം ആകെ തകർന്നു പോകും. എൻ്റെ മോളത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ശാലിനിയെ ചേർത്ത് പിടിച്ച് ശാരദാമ്മ ആശ്വസിപ്പിക്കുന്നു. എല്ലാം കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന ശാലിനി എങ്ങനെ താൻ ഇതിനെ തരണം ചെയ്യുന്നറിയാതെ വേദനിക്കുമ്പോഴാണ് പിറ്റേന്നൊക്കെ രാവിലത്തേക്ക് ആക്കുന്നതിന് മുമ്പ് തന്നെ ശിവൻ കാര്യങ്ങൾ സംസാരിക്കാനായി നേരെ മാണിക്കോത്തേക്ക് എത്തുന്നു. അപ്പോഴേക്കും അവിടെ ചന്ദ്രയെ അന്വേഷിച്ചു പോയ മഹേന്ദ്രനും സ്വാമിയും അന്വേഷണമൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴേക്കും ശിവൻ അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. നിർമ്മല മകന്റെ അരികിലേക്ക് ഓടിയെത്തി സങ്കടത്തോടെ, എൻ്റെ പൊന്നുമോനെ, എത്ര നാളായി നിന്നെ ഞാൻ കണ്ടിട്ടെന്നും, അങ്ങനെ ചന്ദ്രയെ കാണാതായതിന്റെ വിഷമവും സങ്കടവും. അതിന്റെ തലേ ദിവസം ചന്ദ്രയെ പെണ്ണാലോചിച്ച് അവിടേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രകാശൻ അവിടെ എത്തിയ വിവരവും ഒക്കെ വള്ളിപുള്ളി തെറ്റാതെ ശിവനോട് പറഞ്ഞു കൊടുക്കുകയാണ് നിർമ്മല. എന്തായാലും അച്ഛന്റെ ഒരു പിടിവാശിയാണ് ഇതിനെല്ലാത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് അങ്ങനെ നിർമ്മല സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴേക്കുമാണ് സ്വാമിയും മഹേന്ദ്രനും കൂടി മടങ്ങിയെത്തിയത്. ഇരുവരും അകത്തേക്ക് കയറി വന്നതും മഹേന്ദ്രൻ നിർമ്മലയോട് പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവര് ഇപ്പോ ഈ അന്വേഷണം നടന്നിടത്തെങ്ങും തന്നെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി അവൻ മറ്റാരുടെയെങ്കിലും സഹായത്തോടെ അവര് എന്നെ ധിക്കരിച്ച് അവള് ആ അഗതി ചെറുക്കനെ വിവാഹം കഴിക്കാനാണ് അവളുടെ തീരുമാനമെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോള് അങ്ങനെ ഒരുത്തന്റെ ജീവിതത്തിലേക്കല്ല ചെന്ന് കയറേണ്ടത്. അതുപോലൊരു സാഹചര്യത്തിലല്ല അവൾ ജീവിക്കേണ്ടത്. പണവും പ്രതാപവും പ്രശസ്തിയും ഒക്കെയുള്ള ഈ കുടുംബത്തിൽ നിന്ന് അവൾ അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ മോളെ ഞാൻ അതിന് അനുവദിക്കില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ എന്നെ ധിക്കരിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ പോയി അവനുമായി ജീവിക്കണമെന്നാണ് അവളുടെ തീരുമാനമെങ്കിൽ രണ്ടിനെയും എൻ്റെ കൺമുന്നിൽ കണ്ടാൽ ആ നിമിഷം ഞാൻ രണ്ടിനെയും വെടിവെച്ച് കൊല്ലും. ഇനി അതിന് എതിർപ്പുമായിട്ട് വരുന്നത് ഇനി അമ്മയാണ്, അല്ല മകനാണ്, ആരാണെങ്കിലും ശരി, എതിർപ്പുമായി വരുന്നവരെ ഞാൻ ആദ്യം വീഴ്ത്തും. അത് മറക്കണ്ട. എൻ്റെ കൈകൾ ഒന്നിനും വിറയ്ക്കുകയുമില്ല. വെടിവെക്കുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വെച്ചിരിക്കുമെന്ന് മഹേന്ദ്രൻ എല്ലാവർക്കും ഒരു ഭീഷണി ഉയർത്തുമ്പോൾ അത് കേട്ട് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വന്ന ശിവൻ തൽക്കാലം അവർ തൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള സത്യം അവരെ അറിയിക്കാതിരിക്കുന്നതാണ് ഭംഗിയെന്നും അതായിരിക്കും ഭേദമെന്നും മനസ്സിലുറപ്പിച്ചുകൊണ്ട് ശിവൻ അമ്മയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നതിനോടൊപ്പം അമ്മയ്ക്ക് ഒരു സൂചന കൂടി ശിവൻ നൽകി. അമ്മ പേടിക്കണ്ട ചന്ദ്ര, ഭദ്രമായിട്ട് എനിക്ക് പരിചയമുള്ളിടത്തുണ്ട്. അമ്മ ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട എന്ന് മാത്രം ശിവൻ അമ്മയെ ആശ്വസിപ്പിച്ചിട്ട് വണ്ടിയും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നു.